സ്വയം സിമ്പിളനാകാൻ വി.ഡി. സതീശനൊക്കെ നടത്തുന്ന തട്ടിപ്പ് ഫോട്ടോഷൂട്ട് നോക്കണേ. ദേ ഒരു കൊച്ചു കുഞ്ഞ് സതീശനെ ടാറ്റ കാണിക്കുന്നതായിട്ടാണ് ദൃശ്യം. നിങ്ങൾ ഈ ദൃശ്യം കാണുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ചിന്തിക്കും, ഓഹ് അദ്ദേഹത്തെ കണ്ടപ്പോൾ കുട്ടികൾ വരെ കൈ കാണിക്കുന്നു എന്ന്. എന്നാൽ അതൊരു വിദഗ്ധ PR ഷൂട്ടാണെന്ന് നിങ്ങൾക്കറിയും. അതായത് സതീശനെ ഇങ്ങനെ ഒരു കുട്ടി കൈ കാണിക്കുമെന്ന് എങ്ങനെയാണ് ആ പിന്നിൽ നിന്ന ക്യാമറക്കാരൻ അറിഞ്ഞത്? സതീശൻ തിരിച്ച് കൃത്യമായി കൈ കാണിക്കുമെന്നും അവർക്കറിയാമായിരുന്നു. അല്ല. അപ്പോ ആ കുട്ടിയെ സതീശൻ എന്ന വ്യക്തി കുഞ്ഞുങ്ങളോടൊക്കെ വളരെ സിമ്പിളായി ഇടപെടുന്ന വ്യക്തിയാണെന്ന് വരുത്താൻ ട്രെയിനിനകത്ത് ഇത്രയും ആൾക്കാരെ ഇരുത്തിയിട്ട് ക്യാമറ വെച്ചുള്ള ഫോട്ടോഷൂട്ട് നടത്തുന്നുണ്ടെങ്കിൽ എന്ത് തരം ഉടായിപ്പാണ്. സതീശന്റെ ഈ PR ഷൂട്ട് കണ്ട് കണ്ട് നിവർത്തിയില്ലാതെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കണ്ണു അടച്ചിരിക്കുന്ന ദൃശ്യം കൂടി അതിൽ കാണാൻ പറ്റുന്നുണ്ട്. കാര്യം ഇതുപോലുള്ള PR ഫോട്ടോഷൂട്ട് താനും കുറെ ഇറക്കിയതാണ്. അതുകൊണ്ട് ഇനി അത് കണ്ടിരിക്കാനുള്ള ശേഷിയില്ല എന്നുള്ളത് കൊണ്ട് അപ്പോഴേ കൂർക്കം വലിച്ചങ്ങ് ഉറങ്ങുന്ന സാഹചര്യം കണ്ടില്ലേ. ഇതൊക്കെ എന്തിനാണ്? ആരെ ബോധ്യപ്പെടുത്താനാണ്? ഈ നാട്ടിലെ മനുഷ്യരെ പറ്റിക്കാൻ, സ്വയം സിമ്പിളനാണെന്ന് കാണിക്കാൻ, സ്വയം ഒരു മൃദുലനാണെന്ന് വരുത്തി തീർക്കാൻ ഇമാതിരി ഊളത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക, ദ റിയൽ സതീശൻ ഇതല്ല. ദ റിയൽ സതീശൻ ആരാണെന്ന് താരകൻ എന്നൊരു സ്ത്രീയുടെ വീഡിയോ ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ സതീശന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് ഐഡിയിലൂടെ തന്നെ അദ്ദേഹത്തിന്റെ ഭാഷാ മാന്യത എന്താണെന്ന് പച്ചത്തെറിയായിട്ട് പുറത്തു വന്നതും ഈ നാട് കണ്ടതാണ്. ഇതിനപ്പുറത്തേക്ക് ഒരു കപട വ്യക്തിത്വത്തെ സമൂഹത്തിന്റെ മുന്നിൽ വലിയ സംഭവമായി ചിത്രീകരിക്കാനായിട്ട് നമ്മുടെ നാട്ടിൽ പണം ചെലവഴിച്ചാൽ അതിനുവേണ്ടി നടത്തുന്ന വിദഗ്ധമായിട്ടുള്ള ഫോട്ടോഷൂട്ടാണ്. സതീശന്റെ അടുത്തേക്ക് ആ കുട്ടി ചെല്ലുന്നു, അവിടങ്ങളിലെല്ലാം ക്യാമറ ചെല്ലുന്നു എന്ന് പറയുന്നിടത്ത് ഈ തട്ടിപ്പൊക്കെ ജനം മനസ്സിലാക്കേണ്ടതാണ്. ഇത്രയും മനുഷ്യർക്കിടയിൽ ഇരുന്ന് പോലും ആ ക്യാമറ ഫോട്ടോഷൂട്ട് നടത്താൻ ഒരു ഉളുപ്പുമില്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, ഈ കാണുന്നത് അയാളുടെ പൊള്ളയായിട്ടുള്ള മുഖം മാത്രമാണ്.